എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് MCQs കേട്ടഡ് കാറ്റഗറി 3 പാർട്ട് 3 ആയിട്ടുള്ള ഇംഗ്ലീഷ് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. ചിൽഡ്രൻ ലേൺ എ ലാംഗ്വേജ് ബൈ ഇമിറ്റേറ്റിംഗ് അഡൾട്ട്സ്. സോ പ്ലീസ് ഫോക്കസ്. ചിൽഡ്രൻ ലേൺ എ ലാംഗ്വേജ് ബൈ ഇമിറ്റേറ്റിംഗ് അഡൾട്ട്സ്. ഓപ്ഷൻസ് ആർ behaviorist, cognitivist, constructivist view, and none of the above. And the answer is ബിഹേവിയറിസ്റ്റ് വ്യൂ. ബിഹേവിയറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിമുലസ് ഉണ്ട്, BF സ്കിന്നർ ഉണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. BF സ്കിന്നർ പുട്സ് ഫോർവേഡ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ ഓപ്പൺ കണ്ടീഷനിങ്. ഓപ്പൺ കണ്ടീഷനിങ് BF സ്കിന്നർ. ലാംഗ്വേജ് ലേണിംഗ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ എൻവിറോൺമെൻറ്റ്. കോഗ്നിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ദ റോൾ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്. വക്താക്കൾ എന്ന് പറയുകയാണെങ്കിൽ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, ജോൺ ഡീവി ആൻഡ് ഡേവിഡ് എസ് ഓസുബൽ. ഓക്കെ. കൺസ്ട്രക്റ്റിവ്സ് എന്ന് പറയുമ്പോൾ ലെവ് വൈഗോട്സ്കി, ദെൻ ടീച്ചർ ആസ് ഫെസിലിറ്റേറ്റർ, ഗൈഡ്, മെൻറ്റർ ഒക്കെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സെക്കൻഡ് വൺ. ഹീ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ചിൽഡ്രൻസ് മൈൻഡ് ആർ നോട്ട് ബ്ലാങ്ക് സ്ലേറ്റ്സ് ടു ബി ഫിൽഡ് ബൈ ഇമിറ്റേറ്റിംഗ് ലാംഗ്വേജ് ദേ ഹിയർ ഇൻ ദ എൻവിറോൺമെൻറ്റ്. ഓപ്ഷൻസ് ആർ ജെറോമസ് ബ്രൂണർ, നോം ചോംസ്കി, സ്റ്റീഫൻ ക്രാഷൻ ആൻഡ് ജെറമി ഹാമർ. ഇപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഹീ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ചിൽഡ്രൻസ് മൈൻഡ്സ് ആർ നോട്ട് ബ്ലാങ്ക് സ്ലേറ്റ്സ് ടു ബി ഫിൽഡ് ബൈ ഇമിറ്റേറ്റിംഗ് ലാംഗ്വേജ് ദേ ഹിയർ ഇൻ ദ എൻവിറോൺമെൻറ്റ്. ജെറോമസ് ബ്രൂണറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ എപ്പിസോഡ് കാണുക. നോം ചോംസ്കിയെ കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നുണ്ട്. സ്റ്റീഫൻ ക്രാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോണിറ്റർ മോഡൽ, അത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നാച്ചുറൽ ഓർഡർ, അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, മോണിറ്ററിങ്, ഇൻപുട്ട്, എഫക്റ്റീവ് ഫിൽട്ടർ. ജെറമി ഹാർമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ELT റൈറ്ററാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയാം. ELT റൈറ്റർ, ദെൻ പ്രസൻറ്റർ, ടീച്ചർ ആൻഡ് ട്രെയിനറൊക്കെയാണ് ജെറമി ഹാർമർ. പിന്നെ ഇതിൽ ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ടാബുലർ രസാണ് ബ്ലാങ്ക് സ്ലേറ്റ്. അതിൻ്റെ ഒരാൾ പറയുകയാണെങ്കിൽ ജോൺ ലോക്കാണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. And here the answer is Noam Chomsky. Okay. And the third one is, some scholars have given fundamental importance to learners' innate capacity for language acquisition, while others insinuated the role of the environment. What does innate mean? Options are incidental, intuitive, learned and acquired. And the answer is intuitive. For innate എന്ന വാക്ക് ഫോക്കസ് ചെയ്യുക, which means intuitive. And the fourth one is, what is the meaning of lad from the theory of Noam Chomsky? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ആൻഡ് ദ ഓപ്ഷൻസ് ആർ ലാംഗ്വേജ് ആക്സെപ്റ്റൻസ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ആർട്ട് ഡിവൈസ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആൻഡ് നൺ ഓഫ് ദി അബോവ്. ഒരു സംശയമില്ലാതെ നമുക്ക് ഓപ്ഷൻ സി പറയാം, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇപ്പോൾ എന്തൊക്കെ നമുക്കറിയാം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. യെസ്, ലാംഗ്വേജ് ലേണിംഗ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ എൻവിറോൺമെൻറ്റ്. നമ്മൾ നേരത്തെ BF സ്കിന്നറിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബിഹേവിയറിസ്റ്റ് വ്യൂവിൽ. അതിനുശേഷം നോം ചോംസ്കിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നോം ചോംസ്കി ആർഗ്യൂസ് ദാറ്റ് ഹ്യൂമൻ ബ്രെയിൻ ആസ് എ സിസ്റ്റം കോൾഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇറ്റ് ഈസ് ആൻ ഇൻബോൺ മെൻ്റൽ ഫാക്കൽറ്റി ഇൻ ചിൽഡ്രൻ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലാംഗ്വേജ് ലേണിംഗ്. ചോംസ്കി ലേറ്റർ യൂസ് ദ ടേം യൂണിവേഴ്സൽ ഗ്രാമർ. ആദ്യം ലാഡ് എന്ന് പറഞ്ഞ കാര്യത്തെ പിന്നീട് എന്താക്കുന്നുണ്ട്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നാക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. പിന്നെ നോം ചോംസ്കിയുടെ വർക്കുകൾ, ഏതൊക്കെ വർക്കുകളുള്ളത്? നോം ചോംസ്കിയുടെ കുറേ അധികം മാഗ്നോമപ്പസ് ഉണ്ട്. ആ വർക്കുകളും പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് വരുന്നത്? സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, ലാംഗ്വേജ് ആൻഡ് മൈൻഡ്, ആസ്പെക്ട്സ് ഓഫ് ദ തിയറി ഓഫ് സിൻടാക്സ് ആൻഡ് ദ മിനിമലിസ്റ്റ് പ്രോഗ്രാം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് ആണ്, അല്ലെങ്കിൽ ഫേമസ് വർക്ക്സ് ആണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ്, ഇറ്റ് ഈസ് ദ നോൺ കോൺഷ്യസ് പ്രോസസ് ബൈ വിച്ച് ദ ചൈൽഡ് അക്വയർസ് ലാംഗ്വേജ്.
It is a non-conscious process by which the child acquires language. Options are language, first language acquisition, second language acquisition. ഇപ്പോൾ നമ്മളിവിടെ ഈ ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ട്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് ഓർക്കേണ്ടത് വാട്ട് ഈസ് അക്വിസിഷൻ ആൻഡ് വാട്ട് ഈസ് ലേണിംഗ്. ഈ കാര്യം അറിഞ്ഞിരിക്കുക. ഈ കാര്യം അറിഞ്ഞിരുന്നതിന് തീർച്ചയായിട്ടും പെട്ടെന്ന് ഉത്തരം കിട്ടും. നോൺ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? ആൻഡ് ദ ആൻസർ ഈസ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ഇപ്പോൾ നോൺ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ അക്വിസിഷൻ വരിക. ഫസ്റ്റ് എന്താ വരുന്നത്? ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷമാണ് ബാക്കിയുള്ള സെക്കൻഡും ബാക്കിയുള്ള ലാംഗ്വേജസ് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ കാര്യം ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാവുന്ന ചോദ്യമാണ്. ഇപ്പോൾ കോൺഷ്യസ് ആകുമ്പോൾ ലേണിങ്ങും നോൺ കോൺഷ്യസ് ആകുമ്പോൾ അക്വിസിഷനും നടക്കുന്നുണ്ട്. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് വാട്ട് ഓർഡർ ഡു ബേബീസ് അക്വയർ ലാംഗ്വേജ് ഇൻ? Options are cooing, babbling, sentence, words and phrases. Cooing, babbling, words, phrases and sentences. Sentences, words, phrases, cooing and babbling. Cooing, phrases, words, babbling and sentence. And the answer is cooing, babbling, words, phrases and sentences. ഇപ്പോൾ ഓർഡറാണ് ബേബീസ്, കുട്ടികൾ പറയുന്ന, ചെറിയ കുട്ടികൾ പറയുന്നതിൻ്റെ ഒരു ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓർഡർ പഠിച്ചു വയ്ക്കുക. cooing, babbling, words, phrases and sentences. And the seventh one is what do you call a baby who is learning to speak two languages at once? Options are bilearning, bilanguaged, dilingual, bilingual. And the answer is bilingual. ഇപ്പോൾ ബൈലിംഗലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ടു ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കമലദാസ് ബൈലിംഗൽ റൈറ്ററാണ്, സ്പീക്കിംഗ് ടു ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. ഇപ്പോൾ പോളിഗ്ലോട്ട് എന്താണ്? അത് ഓർത്ത് വെക്കണം കേട്ടോ. What is the meaning of the word polyglot? Knowing or using several languages, that is polyglot. Then what about linguistics? Scientific study of language is called linguistics. Okay, അപ്പോൾ ബൈലിംഗൽ എന്താണ്, പോളിഗ്ലോട്ട് എന്താണ്, ലിംഗ്വിസ്റ്റിക്സ് എന്താണ്, ഇങ്ങനത്തെയുള്ള റിലേറ്റഡ് ഓപ്ഷൻസും പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് the eighth one is receptive language. Options are only the words that you read, language that rhymes, the language that you speak or write, language produced by other people that you hear or read. And the answer is language produced by other people that you hear or read. Receptive language എന്താണ്? language produced by other people that you hear or read. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് റിസെപ്റ്റീവ് ലാംഗ്വേജ്? ഓപ്പോസിറ്റ് ഓഫ് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഈസ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ നയൻത്ത് വൺ ഈസ് language acquisition refers to the process of, options are understanding the structure and rules of the language, receiving information about the language, natural assimilation involving intuition and subconscious learning, transforming information into knowledge through intellectual effort and storing it through memorization. And the answer is option C, natural assimilation involving intuition and subconscious learning. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ട് ഈസ് കോൺഷ്യസ്, വാട്ട് ഈസ് സബ് കോൺഷ്യസ് എന്താ വരിക നമുക്ക്? വാട്ട് ഈസ് ലേണിംഗ് ആൻഡ് വാട്ട് ഈസ് അക്വിസിഷൻ. അത് പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റാവുന്ന കാര്യമാണ്. നമുക്ക് ഈസിലി ബാക്കിയുള്ള അതായത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ 10th and last one is which one of the scholar does support language acquisition and learning hypothesis? Options are Brown, Gregg, Vygotsky and McLaughlin. And the answer is Brown. ഓക്കെ, ഇപ്പോൾ ബ്രൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഫുൾ നെയിം റോജർ ബ്രൗൺ ആണ്. ബാക്കി കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ റോജർ ബ്രൗണിൻ്റെ കാര്യങ്ങൾ, ഗ്രെഗ്, വൈഗോട്സ്കി നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ദെൻ മക്ലോഫ്ലിൻ. ഇപ്പോൾ ഈ ബാക്കി 3 പേരുടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പെഡഗോജിക് പ്രാക്ടീസസ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ പെഡഗോജിക് പ്രാക്ടീസാണ് ഡിസ്കസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ്, 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1-2 വട്ടം വീഡിയോസ് കാണുക, അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കമൻറ്റ് ബോക്സിൽ. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.